ഹൈന്ദവ സംഘടനകൾ ഒന്നടക്കം ഇന്നലെ ജനം ചാനലിൽ KP ശശികല ടീച്ചർ ഉണ്ടായിരുന്നു. ഹിന്ദു ഐക്യവേദിയുടെ തീപ്പൊരി ആളാണ്, അവർ വൈബ്രന്റ് ആയിട്ടുള്ള നേതാവാണ്. VR ബാബു ഉണ്ടായിരുന്നു ഇന്നലെ പല ചാനലുകളിലും. ഗുരുമൂർത്തി ഇതിനു വേണ്ടിയിട്ടൊക്കെ വാദിക്കുന്ന, ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുന്ന, ആചാരങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഗുരുമൂർത്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ്, തീർച്ചയായും തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണ തന്നെ ചെയ്യണം, അതിലൊരു കോംപ്രമൈസും ഇല്ല. ഒരുപക്ഷെ ഇതിന് മുസ്ലിം സമുദായത്തിലായിരുന്നേ ചിലപ്പോൾ ഒരു കലാപം നടന്നേനെ, അല്ലെങ്കിൽ ഒരു വഴക്കോ സ്റ്റേഷനിൽ പോയുള്ള ബഹളമോ ജയിലിൽ പോയുള്ള ബഹളമോ ഒക്കെ നടന്നേനെ. ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ആണെങ്കിലും ഒരുപാട് പേരുടെ പ്രസ്താവന തന്നെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ ഫ്രാങ്കോ മുളയ്ക്കൻ അച്ഛന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ പുറത്തൊക്കെ വന്ന് വർത്താനമൊക്കെ പറഞ്ഞു, അച്ഛൻ നിരപരാധി. ഇത് ഒരു ഹിന്ദു സംഘടനയും പറഞ്ഞിട്ടില്ല, നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ പ്രൊസീജിയറിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള സംശയമുണ്ട്. കാരണം മകരവിളക്ക് ഒന്നുകിൽ നേരത്തെ ചെയ്യണമായിരുന്നു, കുറച്ച് നേരത്തെ നവംബറിൽ തന്നെ ഇത് ചെയ്യാമായിരുന്നു. കാരണം രണ്ടാം ഘട്ടത്തിലെ ഒരു ഘട്ടം ചെയ്തു, രണ്ടാം ഘട്ടത്തിലേക്ക് പോകാമായിരുന്നു. പക്ഷെ നവംബറിലും ഡിസംബറിലും ചെയ്യാതെ ഇത് മകരവിളക്കിന് അടുത്ത് വെച്ച് ചെയ്യുന്നു. മറ്റ് രണ്ട് വിഷയങ്ങൾ വന്നപ്പോൾ ചെയ്യുന്നു. അതായത് വിഷയം എന്താണ്, നമ്മുടെ ദേവസ്വം ബോർഡിന്റെ കണക്ക് ചോദിച്ചപ്പോൾ ഇത് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റേ രാഷ്ട്രീയ വിവാദം ഇവിടെ കിടക്കുമ്പോൾ ഇതൊരു വാർത്താ പ്രാധാന്യത്തിന് വേണ്ടി, മറ്റ് വാർത്തകളെ മറയ്ക്കാൻ വേണ്ടി ഈ വാർത്ത എടുത്തിട്ടതാണോ? പിന്നെ CPM ഒരു അപ്പർ ഹാൻഡ് ഇന്നലെ കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണ്, ദൈവതുല്യനെ പിടിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ കടമ്പള്ളി സുരേന്ദ്രനിലോട്ട് പോണ്ട, മുഖ്യമന്ത്രിയിലോട്ട് ചിന്തിക്കേണ്ട, വേറെ അങ്ങോട്ട് ഇനി ചിന്തിക്കേണ്ട, കിട്ടിക്കഴിഞ്ഞല്ല എന്നുള്ള നിലയിലുള്ള ചില ഫോൾഡറുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതേസമയം ഇത് പിന്നെ ED ഒരു സമ്മർദ്ദമുണ്ട് ഇതിനകത്ത്. ED ഇന്നലെ പണി ചെയ്ത് തുടങ്ങിയതിന്റെ ഒരു സമ്മർദ്ദവും ഉണ്ടാവാം SITക്ക് എന്ന് നമുക്ക് SIT വിശ്വസിക്കാം. ഇപ്പൊ കോടതി പറഞ്ഞതുപോലെ ഒരു സംവിധാനത്തെ ഏൽപ്പിച്ചിരിക്കുന്നു, ആ സംവിധാനത്തെ നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ആ സംവിധാനത്തോട് പറയാനുള്ളത്, കേരളത്തിൽ പോളച്ചിറ കേസ് മുതൽ, അഭയ കേസ് മുതൽ, അതുപോലെ തന്നെ കിളിരൂർ കേസ് മുതൽ, അഭിമന്യുവിന്റെ കേസ് മുതൽ, സിദ്ധാർത്ഥന്റെ കേസ് മുതൽ, പിന്നെ മധുവിന്റെ അട്ടപ്പാടിയിലെ മധുവിന് ആദിവാസിയെ കൊന്ന കേസ് മുതൽ, അത് SFIക്കാരെ കൊന്ന അഭിമന്യുവായ SFIക്കാരനെ കൊന്നതും, ABVP-കാരനായ യുവമോർച്ചക്കാരനായ KT ജയകൃഷ്ണ മാഷിനെ കൊന്നതും, CPM-ൽ നിന്ന് പുറത്തുപോയി RMB ഉണ്ടാക്കിയ TP ചന്ദ്രശേഖരനെ കൊന്നതും, അങ്ങനെ തുടങ്ങിയതാകട്ടെ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സുകുമാരക്കുറുപ്പ് ഒളിവിൽ പോയതാകട്ടെ, ചേകന്നൂർ മൗലവിയെ കാണാതായതാകട്ടെ, കേരളത്തിന്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് കേസുകളിൽ ഉന്നതരിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലേക്ക് കേസ് പോയാൽ പിന്നെ സെറ്റാണ്, കോംപ്രമൈസാണ്. ഇതാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. ഇന്നിപ്പോ CPM-ഉം RSS-ഉം തമ്മിൽ അന്തർധാര എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. BJP ആയിട്ട് കാര്യം ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നു. ഇന്നിപ്പോ പൊളിറ്റിക്കൽ പാർട്ടികൾ തമ്മിൽ പഴയ വൈരാഗ്യമില്ല, ഒരുപാട് അന്തർധാരകളുണ്ട്. പക്ഷെ ഒരു അന്തർധാരയും ഉണ്ടെന്ന് സമൂഹം വിശ്വസിക്കാതിരുന്ന ഒരു കാലത്താണ് പല കൊലപാതകങ്ങളും ഇവിടെ നടന്നത്, രാഷ്ട്രീയ കൊലപാതകങ്ങൾ. എന്നിട്ട് പോലും കറക്റ്റ് ആളുകളെ, അതിനെ പ്രേരിപ്പിച്ചവരെ പിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കൊന്നവരെ പിടിച്ചു, ആര് കൊന്നു എന്നുള്ളതൊരു ചോദ്യമായി കേരളത്തിൽ പോകുന്നത്. അതുപോലെ തന്നെ മോഷ്ടിച്ചു, ആര് മോഷ്ടിപ്പിച്ചു എന്നുള്ളത്, ആരാണ് മോഷണത്തിന് പ്രേരണ കൊടുത്തത് എന്നുള്ള ഒരു ചോദ്യം കേരളത്തിലുണ്ട്. ആ ചോദ്യം ഇപ്പോഴാവർത്തിക്കപ്പെട്ടാൽ അത് കേരളത്തിന്റെ ചരിത്രത്തോളം ഇങ്ങനെ വരുന്നുണ്ട്. 1950-കളിലെ ശബരിമല തീവെപ്പ് മുതൽ ഇങ്ങോട്ട് വന്നാൽ ഈ 2075 വരെ 75 വർഷത്തെ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ, ഏതെങ്കിലും ഹയർ അപ്പിലേക്ക് ഈ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ, ഏതെങ്കിലും ഉന്നതരിലേക്ക് ഇത് പോകുമെന്ന് തോന്നിയാൽ, ഏതെങ്കിലും മതവിഭാഗത്തിലേക്ക് ഇത് പോകുമെന്ന് തോന്നിയാൽ, കാരണം 50-ലെ തീവെപ്പ് ഒരു ചെറിയ മതവിഭാഗത്തിലേക്ക്, ചെറിയ മീൻസ് ക്രിസ്ത്യൻ വിഭാഗത്തിലെ 4-5 പേരാണല്ലോ അതിനകത്ത് പ്രതികളായി വരേണ്ടത്, അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകൻ അടക്കം വരേണ്ടതാണ്. അപ്പൊ അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ പ്രശ്നമുണ്ട്. C. കേശവന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന്റെ വർഗീസിന്റെ മകനായിട്ടുള്ള വർഗീസിന്റെ മകന്റെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ TM വർഗീസിന്റെ മകനാണെന്നുള്ള ഒരു പൊളിറ്റിക്കൽ വിഷയമുണ്ട്. ഒരു ന്യൂനപക്ഷമാണെന്നുള്ള വിഷയവുമുണ്ട്. 50 മുതൽ 2025 വരെയുള്ള 75 വർഷക്കാലത്ത്, 2026 വരെയുള്ള 76 വർഷക്കാലത്തെ ചരിത്രമെടുത്താൽ, കേരളത്തിൽ ഹയറപ്പിലേക്ക് കേസുകൾ പോകുമ്പോൾ അത് കോംപ്രമൈസ് ആക്കുക, അല്ലെങ്കിൽ അതിന്റെ അന്വേഷണം അവിടെ വെച്ച് തീർക്കുക, ബാക്കി യഥാർത്ഥ പ്രതികൾക്ക് മാത്രം ഇത് കിട്ടുന്ന പ്രേരണ ഉണ്ടോ എന്ന് അന്വേഷിക്കാത്ത ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അതിന്റെ ഒരു കോടതിയും അത് പറയാറില്ല. ശരി, ഇവരാണ് പ്രതികൾ, ഇവരെ ശിക്ഷിച്ചു, പക്ഷെ പ്രേരണ ആരാണ്, ആരെങ്കിലും ഉണ്ടോ, അതോ ഇവർ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഡയറക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിനാണ് പല തെളിവുകളും. ഇപ്പൊ KT ജയകൃഷ്ണനെ കൊന്നു, ഡയറക്റ്റ് കൊന്നതാണ്. അവർക്ക് 4-5 സഹാക്കൾക്കാണോ KT ജയകൃഷ്ണനോട് ഇത്രയും ശത്രുത വരുന്നത്? അല്ല, അത് പാർട്ടിയുമായി ബന്ധപ്പെട്ടവർക്കാണ്.
ടി പി ചന്ദ്രശേഖരനെ കൊന്നു. 4-5 പേർക്ക്, അവിടെയുള്ള 5-6 കൊട്ടേഷൻ സംഘത്തിൽ ഇരിക്കുന്ന 5-6 പേർക്ക് ടി പിയോട് ഒരു സ്നേഹക്കുറവ് തോന്നുന്നതുകൊണ്ട് പോയി 51 വെട്ടിയതാണ്. അല്ല, അതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയും സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ അഭിമന്യുവിനെ കൊന്നത് വെറുതെ 4-5 പേര് പോയി വെട്ടിക്കൊന്നതാണോ? അല്ല. അതുപോലെ തന്നെ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത് വെറുതെ 2 പേര് പോയി അങ്ങ് ഒരാളുടെ കൈ അങ്ങ് വെട്ടിക്കളെ, അങ്ങനെ വെട്ടിയതല്ലല്ലോ. അപ്പൊ ഇതിലെല്ലാം ഒരുപാട് ഗൂഢാലോചനകളും പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പ്ലാനിങ്ങും കാര്യങ്ങളും നടത്തുന്ന പല കാര്യങ്ങളും കേരളത്തിൽ വരുന്നില്ല എന്നുള്ളത് കേസുകളുടെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് വിചാരിച്ച് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്താനോ അത് ഒന്നുകൂടി പുനരന്വേഷിക്കണമെന്ന് പറയാനൊന്നും ഞാൻ ആളല്ല, നമ്മുടെ ചാനലും ആളല്ല. നമുക്ക് പറയേണ്ടത് ഇപ്പോൾ അറ്റ് പ്രസന്റിലെ കേസിൽ ഇങ്ങനെ ഒരു കേസ് വന്ന സാഹചര്യത്തിൽ ഇത് അന്വേഷിക്കണ്ടേ? പഴയകാല കൊള്ളകൾ അന്വേഷിക്കണ്ടേ? ദേവസ്വം ബോർഡിലെ ഒരുപാട് കൊള്ളകളെ കുറിച്ച് കേൾക്കുന്നു പുറത്ത്. അത് ഒരുപാട് ബാങ്ക് അക്കൗണ്ടുകളും, തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട ബാങ്കിലാണ് എല്ലാ ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട ആളുകൾക്കും അക്കൗണ്ട് എന്ന് കേൾക്കുന്നു. ആ ബാങ്കിൽ ഒരുപാട് പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ദേവസ്വം ബോർഡിലെ പലരുടെയും മക്കൾക്കും ചെറുമക്കൾക്കും മരുമക്കൾക്കും ഒക്കെ ആ ബാങ്കിൽ പല ശാഖകളിലും ജോലി കൊടുത്തിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അത് ഡെപ്പോസിറ്റിന്റെ വകയിലും പല രൂപത്തിൽ ജോലി കൊടുത്തിരുന്ന് കേൾക്കുന്നു. ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടേ? വളരെ സമഗ്രമായ ഒരു അന്വേഷണം ശബരിമലയിൽ നടക്കണമെന്ന് മാത്രമല്ല, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലാകെ നടക്കണ്ടേ എന്നുള്ളത്. ഒരു സോഷ്യൽ ഓഡിറ്റ്, ഒരു സ്പിരിച്വൽ ഓഡിറ്റ് എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കണ്ടേ? അവിടെയാണ് കുമ്മനം രാജശേഖരനും കെ പി ശശികല ടീച്ചറും അതുപോലെ തന്നെ വത്സൻ തില്ലങ്കേരിയും അതുപോലെ ഗുരുമൂർത്തിയും വിശ്വാസി സമൂഹത്തിന് വേണ്ടി പോരടിക്കാൻ നിൽക്കുന്ന ആളുകളൊക്കെ പറയുന്ന ഒരു പോയിന്റ് വളരെ പ്രധാനമാണ്. സ്വാമിമാരും ഒക്കെ പറയുന്നതാണ്, അദ്വൈതാചാര്യർ, കൊളത്തൂർ സ്വാമിയും എല്ലാവരും പറയുന്നതാണ്. ഒരു പോയിന്റ് ശരിയാണ്. ക്ഷേത്രം നടത്തേണ്ടത് ആരാണ്? അത് വിശ്വാസികളാണ് ക്ഷേത്രം നടത്തേണ്ടത്. വിശ്വാസികൾ നടത്തുമ്പോഴും ഈ ഒരു പ്രശ്നമുണ്ട്. കാരണം ഏറ്റവും വലിയൊരു വിശ്വാസിയാണ് ഇപ്പോൾ ജയിലിൽ നിൽക്കുന്നത്, ജയിലിൽ കിടക്കുന്നത്. അപ്പോ മനുഷ്യർക്ക് കുറെ കൂടി വിശ്വാസി സമൂഹത്തിലേക്ക് ഇത് പോവുകയും കുറച്ചുകൂടി വിശ്വാസി സമൂഹത്തിൻ്റെതായ ഒരു മോണിറ്ററിങ്ങും, ഒരു വ്യക്തി ആകുമ്പോഴാണ് ഈ പ്രശ്നം, ഒരു കൂട്ടം ആളുകളുടെ ഒരു മോണിറ്ററിങ്ങും ഒക്കെ വരുന്നൊരു സംവിധാനമൊക്കെ വേണ്ടിവരും. എന്തായാലും ശബരിമലയിലെ സമ്പൂർണമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ. അതിൽ ഒരു ഗിമ്മിക്കും വരുത്താതിരിക്കാൻ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ മോബിന്റെ സൈക്കോളജി അനുസരിച്ച് കേസ് അന്വേഷണം നടത്താൻ പറ്റത്തില്ല. കേസ് അന്വേഷണം തെളിവുകളാണ് ലീഡ് ചെയ്യുന്നത്, ഡേറ്റയാണ് ലീഡ് ചെയ്യുന്നത്. അല്ലാതെ പൊതുസമൂഹം എന്ത് വിചാരിക്കും എന്ന് നോക്കിയിട്ട് നമുക്കിപ്പോൾ കേസ് കൊണ്ടുപോകാൻ പറ്റത്തില്ല പോലീസിന്. അത് ശരിയാണ്, ക്രിമിനൽ പ്രൊസീജിയറിൽ അങ്ങനെ പറ്റില്ല. പൊതുസമൂഹം എന്ത് വിചാരിക്കും, അതുകൊണ്ട് ഇന്ന് അറസ്റ്റ് ചെയ്യേണ്ട, നാളെ രാവിലെ അറസ്റ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അങ്ങനെ പറ്റത്തില്ല. അത് ശരിയാണ്. പക്ഷെ എങ്കിലും ഒരു ബോധമുണ്ടല്ലോ, ആ ബോധത്തെയും കൂടി ഒരു ധാരണ ചില ആളുകൾ, ഈ അരിയാഹാരം കഴിക്കുന്നവർക്ക് എങ്കിലും കുറച്ചെങ്കിലും ഒക്കെ ദഹിക്കുന്ന നിലയിലുള്ള ചില വിഷയങ്ങൾ കൂടി ഇതിനകത്ത് വേണ്ടി വരും. അതൊരു വേറൊരു തരം, അതൊരു ബാലൻസിങ് ആണ്. അല്ലാതെ ഒരിക്കലും ഇതനുസരിച്ച് കൊണ്ടുപോകണമെന്ന് നമുക്ക് ഒരു SIT-യോടോ അല്ലെങ്കിൽ ഒരു പോലീസ് സംവിധാനത്തിലോ പറയാൻ പറ്റത്തില്ല. പെരുന്നാളും വെള്ളിയാഴ്ചയും വ്യവസ്ഥയെ നോക്കിയിട്ട് ആളുകൾ അറസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ല. അത് പറ്റത്തില്ല. പക്ഷെ അപ്പോൾ അതേസമയം ഈ ഒരു ബാലൻസിങ്ങിന്റെ ഒരു ആവശ്യം വേണ്ടിവരും. അപ്പോൾ ഇത് സംശയത്തിന് അതീതമായി SIT ഇതെല്ലാം തീരുമാനിക്കട്ടെ. SIT തീരുമാനിക്കുന്നിടത്ത് ഇത് നിൽക്കില്ല എന്നുള്ളിടത്താണ് എൻ്റെ വാദം. അത് SIT-യുടെ കഴിവുകേട് കൊണ്ടോ അവരുടെ കഴിവ് കുറവ് കൊണ്ടോ അല്ല. കാരണം ഇത് ഇന്റർ സ്റ്റേറ്റ് ആണ്. ഈ വിഷയങ്ങൾ അന്താരാഷ്ട്രമാണ്, ഇന്റർനാഷണലാണ് ഈ വിഷയം. അപ്പൊ ഇന്റർനാഷണൽ ആയിട്ടുള്ളൊരു വിഷയത്തിൽ, ഇന്റർ സ്റ്റേറ്റ് ആയിട്ടുള്ളൊരു വിഷയത്തിൽ ED മാത്രം വന്നാൽ പോരാ. ED മണി ലോണ്ടറിങ്ങും അത്തരം കാര്യങ്ങളൊക്കെ നോക്കുകയുള്ളൂ, മറ്റു കാര്യങ്ങൾ നോക്കുകയില്ല. അതേസമയം ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ക്രക്സ് പിടിക്കണമെങ്കിൽ CBI കൂടെ വരേണ്ടതുണ്ട്. അടുത്ത് കൃത്യമായി ചോദ്യം ചെയ്യേണ്ടത് കടകംപള്ളി സുരേന്ദ്രനെയാണ്. ഇന്നത്തെ ചാനലുകളും പത്രങ്ങളും എല്ലാം വായിക്കുമ്പോൾ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2ാം ഘട്ടം കടകംപള്ളിയെ ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള വലിയ ഒരു ചോദ്യം പൊതുസമൂഹം ചോദിച്ചു.